Hi my dear friends, welcome back to our YouTube channel Let's Smile PSC. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഇംഗ്ലീഷ് മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഡേ 4 ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഭാഗമാണ്, വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താനും ഒക്കെ സാധിക്കുന്ന ഒരു പോർഷനാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം. ലെറ്റ്സ് കം വിത്ത് മീ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ആർട്ടിക്കിൾ എന്നുള്ളതാണ്. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ചില വാക്കുകളാണ്. ചില വാക്കുകൾ മെയിനായിട്ട് 3 വാക്കുകളാണ്. ആ വാക്കുകൾ നൗണുകൾക്ക് മുൻപിൽ, നൗൺ എന്ന് വെച്ചാൽ പേരുകൾ എന്നുള്ള അർത്ഥത്തിൽ, അതായത് സ്ഥലത്തിൻ്റെയോ അതല്ലെങ്കിൽ വസ്തുവിൻ്റെയോ വ്യക്തികളുടെയോ ഒക്കെ പേരുകളെയാണ് നമ്മൾ നൗൺ എന്ന് വിളിക്കുന്നത്. അതിൽ പ്രോപ്പർ നൗണിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഏയോ ആനോ ദായോ ഒന്നും ഉപയോഗിക്കാറില്ല. ബാക്കിയുള്ള നൗണുകളുടെ കൂട്ടത്തിൽ നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു ആർട്ടിക്കിൾ കൊണ്ട് എന്താണ് ഉപയോഗം എന്ന് ചോദിച്ചാൽ, ആർട്ടിക്കിളിന് ശേഷമുള്ള നൗണിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു നൗൺ സ്പെസിഫിക് നൗൺ ആണോ അതോ അൺസ്പെസിഫിക് നൗൺ ആണോ എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർട്ടിക്കിളുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ 2 തരത്തിലുള്ള ആർട്ടിക്കിളുകളാണ് ഇംഗ്ലീഷിലുള്ളത്: ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഓക്കെ, അപ്പം 2 തരത്തിലുള്ള ആർട്ടിക്കിളുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞു, ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ വരുന്നതാണ് എ ആൻഡ് ആൻ. എയും ആനുമാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ വരുന്നത്. ഇനി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അതാണ് ദ. ഓക്കെ, ഇനി നമുക്ക് ഈ ആർട്ടിക്കിളുകളുടെ യൂസസ് എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എയുടെയും ആനിൻ്റെയും ഉപയോഗം എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, എ എന്ന് പറയുന്നത് കോൺസണന്റ് സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകളുടെ മുമ്പിലാണ് എ ഉപയോഗിക്കുക എന്ന് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട്. അതായത് കോൺസണന്റ് സൗണ്ട് എന്ന് വെച്ചാൽ വവൽ സൗണ്ട് അല്ലാതെയുള്ള സൗണ്ടുകൾ. വവൽ സൗണ്ടിൽ ഏതൊക്കെ വരാം? ആ, ഇ, എ, ഓ, ഐ പോലുള്ള സൗണ്ടുകളൊക്കെയാണ് നമ്മൾ വവൽ സൗണ്ടുകൾ എന്ന് പറയുന്നത്. അതല്ലാതെയുള്ള ബാക്കി എല്ലാ ഇംഗ്ലീഷിലുള്ള ബാക്കി എല്ലാ സൗണ്ടുകളെയും നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? കോൺസണന്റ് സൗണ്ടുകൾ എന്നാണ്. അപ്പം കോൺസണന്റ് സൗണ്ടുകളിൽ ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുമ്പിലാണ് നമ്മൾ എ ചേർക്കുന്നത്. അതുപോലെ തന്നെ ആൻ ചേർക്കുന്നത് വവൽ സൗണ്ടുകളിൽ ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുൻപിലാണ്. ഫോർ എക്സാമ്പിൾ, ആൻ ആപ്പിൾ, ആൻ ഇന്ത്യൻ, അങ്ങനെ നമ്മൾ ചേർക്കുന്നു. ഓക്കെ, നമ്മളതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, എ ഇസ് യൂസ്ഡ് ബിഫോർ വേർഡ് ദാറ്റ് ബിഗിൻ വിത്ത് എ കോൺസണന്റ് സൗണ്ട്. എവിടെയാണ് ചേർക്കുന്നത്? ഒരു കോൺസണന്റ് സൗണ്ടിൽ ആരംഭിക്കുന്ന വാക്കുകളുടെ മുൻപിലാണ്, സിംഗുലർ വാക്കുകളുടെ മുൻപിലാണ് നമ്മൾ എ ഉപയോഗിക്കുക. ഓക്കെ, അതായത് എ കാർ, എ ഡോഗ്. നമ്മൾ ഒരിക്കലും എ കാർസ് എന്നോ എ ഡോഗ്സ് എന്നോ പറയില്ല. അപ്പം കോൺസണന്റ് സൗണ്ടിൽ ആരംഭിക്കുന്ന, എന്നാൽ അതേസമയം തന്നെ സിംഗുലർ ആയിട്ടുള്ള നൗണുകളുടെ മുൻപിലാണ് നമ്മൾ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ, അതായത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി എവിടെയാണ് നമ്മൾ ആൻ ഉപയോഗിക്കുന്നത്? ആൻ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻ വിത്ത് എ വവൽ സൗണ്ട്. അതായത് ഇത് സെയിം തന്നെയാണ്, സിംഗുലർ ആയിരിക്കണം, അതേപോലെ തന്നെ വവൽ സൗണ്ടിലാണ് ആ ഒരു വേർഡ് ആരംഭിക്കുന്നതെങ്കിൽ ആ വേർഡിന് മുമ്പിൽ നമ്മൾ ആൻ ചേർക്കും. ഫോർ എക്സാമ്പിൾ, ആൻ എഗ്, ആൻ അംബ്രല, എക്സെട്ര. ഓക്കെ, ഇനി നമ്മളിവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും എയും ആനും ചേർക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എ, ഇ, ഐ, ഒ, യു എന്നുള്ള വവൽ ആ അക്ഷരത്തിൽ തുടങ്ങുന്നതാണെങ്കിൽ എന്നുള്ള രീതിയിലല്ല, പകരം ആ ഒരു സൗണ്ടിനെയാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് സൗണ്ടാണ് മാറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, HOUR എന്ന് പറയുന്ന ആ ഒരു വാക്ക്, അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എച്ച് എന്ന് പറയുന്ന ഒരു കോൺസണന്റ് സൗണ്ടിലാണ്. പക്ഷെ അതിന് മുമ്പിൽ നമ്മൾ നോക്കൂ, ആനാണ് ചേർക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഹവർ എന്നല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്, പകരം അവർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അവിടെ എച്ച് സൈലന്റ് ആണ്. സോ അവർ എന്നുള്ളതിൻ്റെ ഔ എന്നുള്ളത് ഒരു വവൽ സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അവറിന് മുമ്പിൽ ആൻ ചേർക്കും. ഇനി അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി എന്നല്ല നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, പകരം
യൂണിവേഴ്സിറ്റി. അവിടെ യാ എന്നുള്ളത് ആണ് മുമ്പിൽ വന്നിരിക്കുന്നത്. അതൊരു കോൺസണൻസ്, യാ ഒരു കോൺസണൻസ് സൗണ്ട് ആണ്. അതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വാക്കിന് മുൻപിൽ എ ആണ് ഉപയോഗിക്കുക. മറ്റു കുറച്ച് എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. എ പെൻസിൽ, എ ഹൗസ്, എൻ ആക്ടർ. അടുത്തതാണ് ആൻ ഓണസ്റ്റ് മാൻ എന്നാണ്. ഓക്കെ, അവിടെ എച്ച് സൈലന്റ് ആണ്. ഓക്കെ, ഹോണസ്റ്റ് എന്നുള്ള വാക്ക് ഹോണസ്റ്റ് എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, അതിന്റെ യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ പറയുന്നത് ഓണസ്റ്റ് എന്നാണ്. അത് സ്റ്റാർട്ടിങ് വിത്ത് ഓ ആണ്. ഓ ഈസ് എ വവൽ സൗണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എച്ച് സൈലന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓണസ്റ്റ് എന്നുള്ള വാക്കിന് മുൻപിൽ നമ്മൾ ആൻ ചേർക്കുന്നു. അതുകൊണ്ട് ആൻ ഓണസ്റ്റ് മാൻ എന്നാവുന്നു. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊന്നാണ് യൂറോപ്യൻ കൺട്രി എന്നുള്ളതിന് മുമ്പിൽ എ ആണ് ചേർക്കുക. എ യൂറോപ്യൻ കൺട്രി എന്നാണ് ചേർക്കുക. ബിക്കോസ് നമ്മൾ യൂറോപ്യൻ കൺട്രി എന്നല്ല നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക, പകരം യൂറോപ്യൻ കൺട്രി എന്നാണ്. അവിടെ യു ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പൊ യു എന്ന് പറയുന്നത് ഒരു വവൽ സൗണ്ട് അല്ല, പകരം അതൊരു കോൺസണന്റ് സൗണ്ട് ആണ്. അതുകൊണ്ട് ആ യൂറോപ്യൻ കൺട്രി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ എ ആണ് അതിന്റെ കൂടെ ചേർക്കുന്നത്. ഓക്കെ, നമ്മൾ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ യൂസിങ് ഓഫ് ദ. ദായ്ക്ക് നമുക്ക് കുറച്ച് യൂസേജസ് ഉണ്ട്. നമ്മളത് ഓരോന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എന്താണ് ധായുടെ യൂസേജ് എന്ന് നോക്കാം. യൂസ് ദ വെൻ ടോക്ക് അബൌട്ട് എ സ്പെസിഫിക് തിങ് ബോത്ത് സ്പീക്കേഴ്സ് ആൻഡ് ലിസണേഴ്സ് നോ. ഓക്കെ, നമ്മൾ ദ ചേർക്കുന്നത് പറയുന്ന ആളും അത് കേൾക്കുന്ന ആൾക്കും അറിയുന്ന ഒരു കാര്യത്തെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുമ്പ് മെൻഷൻ ചെയ്ത ഒരു കാര്യത്തെ പറ്റി നമ്മൾ പറയുകയാണെങ്കിലാണ് നമ്മൾ ദ ചേർക്കുക. ഗിവ് മീ എ പെൻ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എ ആണത്, ഏതെങ്കിലും ഒരു പേന മതി. പക്ഷെ അതിന്റെ കൂടുതൽ എന്താ, ദ പെൻ ഐ ഗേവ് യു. അപ്പൊ എന്താ പറയാ, ആ പെന്ന് ഞാൻ നിനക്ക് തന്ന ആ പെന്ന് എന്ന് പറയുന്നിടത്താണ് നമ്മൾ ദ ചേർക്കുക. ഗിവ് മീ എ പെൻ, ദാറ്റ് പെൻ ഐ ഗേവ് യു. ഓക്കെ, എന്ന് പറയുമ്പോഴാണ് ദ പെൻ എന്ന് നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ദ സൺ. ഓക്കെ, നമുക്ക് സണ്ണിനെ പറ്റി എല്ലാവർക്കും അറിയാം. അപ്പം ദ സൺ പറയുന്നു. ദ താജ്മഹൽ. താജ്മഹൽ വേൾഡ് ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സോ വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് താജ്മഹൽ വി ഹാവ് ടു യൂസ് ദ. ദെൻ ദ ഗേൾ വി മെറ്റ് യെസ്റ്റർഡേ. ദ ഗേൾ വി മെറ്റ് യെസ്റ്റർഡേ. നമ്മൾ ഇന്നലെ ഒരു ഗേളിനെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഗേൾ ഏതാണ് എന്നുള്ളത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാം. സോ നമ്മൾ മെൻഷൻ ചെയ്തത് നമ്മൾ ഓൾറെഡി ഇന്നലെ കണ്ട ആ ഗേൾ ആണ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ ദ വന്നിരിക്കുന്നത്. അപ്പം ആ ഗേൾ വി മെറ്റ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഗേൾസിനെ കണ്ടതിന് അതൊരു ഗേൾ, അത് ഏത് ഗേൾ ആണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലെങ്കിലാണ് നമ്മൾ ഏ ഗേൾ പറയുന്നത്. പക്ഷെ സ്പെസിഫിക് ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഗേൾ എന്ന് തന്നെ പറയാനായിട്ടാണ് നമ്മളവിടെ ദ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ദ മറ്റു കാര്യങ്ങൾ പഠിക്കുക. ദ ഈസ് യൂസ്ഡ് വെൻ റെഫറിംഗ് ടു പെർട്ടിക്കുലർ നൗൺ ദാറ്റ് ഈസ് നോൺ ടു ലിസണർ. അതായത് നമ്മളെ കേൾക്കുന്ന ആൾക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ മുൻകൂട്ടി അറിയാവുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഓൾറെഡി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു നൗണാണ് മുമ്പിലാണ് നമ്മൾ ദ ചേർക്കുക. ഓക്കെ, അതുപോലെ തന്നെ യൂസ്ഡ് ഇൻ യുണീക് തിങ്സ്. ദ സൺ, ദ മൂൺ എന്ന് വെച്ചാൽ ലോകത്തിൽ ഒന്നേ ഉള്ളൂ അങ്ങനത്തത് എന്നുണ്ടെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ ദ ചേർക്കും. അല്ലേ, എൻറ്റയർ യൂണിവേഴ്സിൽ ഒരു സണ്ണല്ലേ ഉള്ളൂ, എൻറ്റയർ യൂണിവേഴ്സിൽ ഒരു മൂണല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള യുണീക്ക് ആയിട്ടുള്ള ഒറ്റ ഒന്ന് മാത്രമുള്ള സാധനങ്ങളെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, അവിടെ നമ്മൾ ആർട്ടിക്കിൾ ദ ആണ് ഉപയോഗിക്കുക. ഇനി യൂസ്ഡ് വെൻ സംതിങ് ഈസ് മെൻഷൻഡ് അഗൈൻ. നമ്മൾ മുൻപേ പറഞ്ഞൊരു കാര്യം വീണ്ടും മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എന്തുപയോഗിക്കാം, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഐ സോ എ ഡോഗ്, ദ ഡോഗ് വാസ് ബാർക്കിംഗ്. ഓക്കെ, അപ്പൊ എന്താണ്, ഞാനൊരു പട്ടിയെ കണ്ടു, ഞാൻ കണ്ടു, ആ പട്ടിയാണ് കുരയ്ക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഡോഗിനെ ഞാൻ വീണ്ടും മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിള് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ എവിടെയൊക്കെ യൂസ് ചെയ്യും, റിവേഴ്സിന്റെ പേരുകൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ദ യൂസ് ചെയ്യും. ഓക്കെ, ദ ഗാഞ്ചസ്, വലിയ റിവേഴ്സ് ആണെങ്കിൽ കേട്ടോ, ദ ഗാഞ്ചസ്, അതിന് എന്താ പറയാ, ഗംഗ എന്നുള്ളതിന് ഗാഞ്ചസ് എന്ന് പറയാം, ദ ഗാഞ്ചസ് എന്ന് പറയാം, ദ ബ്രഹ്മപുത്ര എന്ന് പറയാം, ദ സിന്ധു എന്ന് പറയാം, അങ്ങനെ. ഓക്കെ, ഇനി വലിയ സീസ്, വലിയ ഓഷൻ, ദ ഇന്ത്യൻ ഓഷൻ, ദ പസഫിക് ഓഷൻ, ദ അറ്റ്ലാന്റിക് ഓഷൻ, അങ്ങനെ വലിയ വലിയ ഓഷൻസ്, ഇതിന്റെ മുമ്പിൽ നമ്മൾ ദ ചേർക്കണം. അതുപോലെ തന്നെ വലിയ ഡെസേർട്ടിന്റെ മുമ്പിൽ, അതായത് മരുഭൂമി അല്ലെ, ഡെസേർട്ടുകളുടെ പേര് പറഞ്ഞതിന് മുൻപിൽ നമ്മൾ ദ ചേർക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ദ സഹാറ, ദ താർ, അങ്ങനെ നമ്മൾ ചേർക്കാറുണ്ട്.
ഇനി എന്തെങ്കിലുമൊക്കെ യുണീക്ക് ആയിട്ടുള്ള തിങ് ആണെങ്കിൽ, മീൻസ് അതൊന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഉള്ള തിങ്ങാണ്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, മൂൺ പറയാം, സൺ പറയാം, എർത്ത് പറയാം, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ഇങ്ങനത്തെ എല്ലാം സിംഗിൾ ആയിട്ടുള്ള ഒന്നിലധികം സാധനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവയിൽ നമ്മൾ മുമ്പിൽ ദായാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ഏതെങ്കിലുമൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി പറയുന്ന സമയത്തും നമ്മൾ അതിന് മുൻപിൽ ദാ ചേർക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്ലേ ദ ഗിത്താർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എവിടെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിക്കാതിരിക്കേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ സ്ഥലമാണ്. പ്രോപ്പർ നൗണുകൾക്ക് മുൻപിൽ എന്ത് ചേർക്കാൻ വേണ്ടി പാടില്ല? എയോ ആനോ ധായോ ചേർക്കാൻ പാടില്ല. അതായത് ഷീ വെന്റ് ടു കേരള എന്നാണ് പറയാ. നമ്മൾ എന്ത് പറയാൻ പാടില്ല? ഷീ വെന്റ് ടു എ കേരള എന്നോ ഷീ വെന്റ് ടു ദ കേരള എന്നോ പറയാൻ വേണ്ടി പാടില്ല. ഇനി ഏതെങ്കിലും ഒരു അബ്സ്ട്രാക്ട് ഐഡിയനെ പറ്റി പറയുകയാണെങ്കിലും അതിന് മുൻപിലും ദ ചേർക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഫോർ എക്സാമ്പിൾ, ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. എന്തുകൊണ്ടാണ് ദ ഹോണസ്റ്റി പറയാത്തത്? ബിക്കോസ് അതൊരു അബ്സ്ട്രാക്ട് ഐഡിയ. നമുക്ക് കൃത്യമായിട്ട് എന്താ പറയാ, എണ്ണിയെടുക്കാൻ പറ്റാത്ത, കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് പറയാം. നമുക്ക് മുൻപിൽ ഇല്ലാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഹോണസ്റ്റി നമുക്ക് അളന്നെടുത്ത് പറയാൻ പറ്റുമോ? അവൾ 1 കിലോ ഹോണസ്റ്റി ആണ്, അല്ലെങ്കിൽ അവൾ ഒരു കിൻഡൽ ഹോണസ്റ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് അബ്സ്ട്രാക്ട് ഐഡിയ ആണ്. അപ്പൊ അങ്ങനെയുള്ള അബ്സ്ട്രാക്ട് ഐഡിയയുടെ കൂട്ടത്തിൽ നമ്മൾ ദ ചേർക്കില്ല. അതുപോലെ തന്നെ പ്ലൂറൽ ആയിട്ടുള്ളതും അതുപോലെ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയും നമ്മൾ എയോ ആനോ ഒന്നും ചേർക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഡോഗ്സ് ആർ ലോയൽ എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ മിൽക്ക് ഈസ് ഹെൽത്തി, അതിന് മുമ്പിലൊന്നും നമ്മൾ ദാ ചേർക്കാറില്ല. ബിക്കോസ് അത് പ്ലൂറൽ ആണ്, അൺകൗണ്ടബിൾ ആയിട്ട്. ഡോഗ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അതുപോലെ തന്നെ മിൽക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അതുകൊണ്ട് ഇതിനൊക്കെ മുമ്പിൽ നമ്മൾ ഒരു ആർട്ടിക്കിളും ചേർക്കില്ല. ഓക്കെ, ഇനി മറ്റ് സ്പെഷ്യൽ കേസുകളുണ്ട്. യൂസ് ദ ബിഫോർ സൂപ്പർലേറ്റീവ്. സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് ഉണ്ടല്ലോ, അങ്ങനെ സൂപ്പർലേറ്റീവ് ഡിഗ്രീസിന്റെ കൂടെ നമ്മൾ എപ്പോഴും ദ ചേർക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ബെസ്റ്റ്, ദ മോസ്റ്റ് ഇന്റലിജന്റ്, ഇങ്ങനെയുള്ള സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ബെസ്റ്റ്, മോസ്റ്റ്, ബെറ്റർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളിലോടൊക്കെ മുൻപിൽ നമ്മൾ ദ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ എയോ ആനോ നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രൊഫഷന്റെ കൂടെ നമ്മൾ എപ്പോഴും എയോ ആനോ ഒക്കെയാണ് ചേർക്കാറ്. ഫോർ എക്സാമ്പിൾ, എ ഡോക്ടർ, അൻ എഞ്ചിനീയർ, അങ്ങനെ. അതുപോലെ തന്നെ യൂസ് ദ വിത്ത് ഓർഡിനൽ നമ്പേഴ്സ്, ഇങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ നമ്മൾ എണ്ണില്ലേ, അങ്ങനെയുള്ള നമ്പറുകളുടെ ഒക്കെ മുമ്പിൽ ദ ചേർക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു നമ്മൾ പറയാറുണ്ട് അല്ലെ, അപ്പൊ അവിടെ നമ്മൾ ദ ചേർക്കാറുണ്ട്. അതേപോലെ ദ സെക്കൻഡ്, ദ തേർഡ്, ദ ഫോർത്ത്, അങ്ങനെയാണ് നമ്മൾ ഓർഡിനൽ നമ്പറിന്റെ കൂടെ ചേർക്കാറുള്ളത്. ഇനി നമ്മൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഹി ഈസ് ആൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് എന്ന് നമ്മൾ പറയുന്നത്. ബിക്കോസ് യു എന്ന് പറയുന്നത് ഒരു വവ്വൽ ആയതുകൊണ്ട് നമ്മൾ ആൻ ചേർക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ യൂണിവേഴ്സിറ്റി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ് ഹി ഈസ് ആൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷീ ഈസ് എ ഹോണസ്റ്റ് ഗേൾ എന്നുള്ളതിന് നമ്മൾ ഹോണസ്റ്റ് എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടെ എഴുതേണ്ടി വരുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം? ഷീ ഈസ് ആൻ ഓണസ്റ്റ് ഗേൾ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആൻ ചേർക്കുമ്പോഴാണ് കറക്റ്റ് ആവുക. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള HONEST എന്ന് പറയുന്ന വാക്കിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഓണസ്റ്റ് എന്നാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.